വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസ പട്ടികയിൽ നിന്ന് അർഹരായ ആളുകളെ ഒഴിവാക്കിയെന്നൊരു പരാതി ഇപ്പോൾ വരുന്നുണ്ട്. പൂർണ്ണമായും വീട് തകർന്നവരുടെ പേര് സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയിൽ ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് NIT നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടത്. എന്നാൽ ആ പട്ടികയിൽ അർഹരായ കുറച്ച് ആൾക്കാർ ഒഴിവാക്കപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ വരുന്ന പരാതി. നമുക്ക് അതിനെക്കുറിച്ച് ആ പരാതി ഒന്ന് കേൾക്കാം ആദ്യം. വലിയ പാറകളും കാര്യങ്ങളായിട്ട് വന്നിട്ട് എന്തോ അതിന് രക്ഷപ്പെട്ടു പോയതാണ്. ഇതുവരെ പക്ഷേ എന്താ പറയുക, ലിസ്റ്റ് വന്നതിൽ ആദ്യത്തെ ലിസ്റ്റിൽ പേരും കളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത് അതിൽ ആവശ്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അതായത് അവകാശപ്പെടാത്ത ആൾക്കാരുള്ളതുകൊണ്ട് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആ ലിസ്റ്റ് രണ്ടാമത് വന്നതിൽ 21 വീട്ടുകാരുടെ നമ്മൾ പേരില്ല, നാട്ടിലുള്ള ആരുടെ പേരും ഇല്ല. എൻ്റെ വീട് പൂർണ്ണമായിട്ടും നശിച്ചു പോയതാണ്. ഞാനും അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള 2 വീട്ടുകാർ, ഞങ്ങൾ 3 വീട്ടുകാർ വീട് പോയതിൽ ആ 3 ആൾക്കാരും എവിടെയും ലിസ്റ്റിൽ വന്ന് കാണുന്നില്ല. ആദ്യത്തെ നമ്മളൊരു ലിസ്റ്റ് വന്ന സമയത്ത് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അത് ഉരുൾ പൊട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എനക്കൊന്ന് 7-8 മാസങ്ങൾ കഴിഞ്ഞു ഉരുൾ പൊട്ടൽ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇതുവരെയും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇനിയിപ്പം 1-2 മാസം കൊണ്ട് പുതിയൊരു മഴക്കാലം ആരംഭിക്കുകയാണ്. എന്തെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണുള്ളത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് തത്സമയം ചേരുന്നു. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ വിജയനെ ഞാൻ രാഹുൽ സുരേഷാക്കും, രാഹുൽ സുരേഷിനെ ഞാൻ രാഹുൽ വിജയനാകും. ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന് പറഞ്ഞ പോലെ ആയി. പറയൂ രാഹുൽ, ഈ വിലങ്ങാട്ടെ പ്രശ്നം എന്താണ് പരാതി? SKN ഗുഡ് മോർണിംഗ്. ഈ വിലങ്ങാട്ടെ ആളുകൾ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ആ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ആ അതിജീവനത്തിന് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പരാതി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആദ്യ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ 36 പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പരാതികൾ ഉണ്ടായതോടെ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട പട്ടികയിൽ 21 ആളുകളാണ് ഉള്ളത്. അവർക്ക് 15 ലക്ഷം രൂപ വീതമാണ് സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നത്. അതിലും അർഹരായിട്ടുള്ള പല ആളുകളുടെ പേരുകളും ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന പരാതിയിൽ പറയുന്നത്. നമ്മൾ 3 പേരുടെ പരാതികളാണ് കേട്ടത്. പക്ഷേ അതിലപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ സമാനമായ ദുഃഖം അനുഭവിക്കുന്ന ആളുകളുണ്ട്. കുറ്റല്ലൂർ, മാടാഞ്ചേരി, പന്നിയേരി ആദിവാസി ഉന്നതികളിലെ ദുരിതബാധിതരുടെ ഒരു പേരുകൾ പോലും ഈ പട്ടികയിൽ ഇല്ല എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക. പല ആളുകളും ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുകയാണ്. ഏതാണ്ട് 8 മാസം പിന്നിടുകയാണ് ഈ ദുരന്തം കഴിഞ്ഞിട്ട്. അപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. ആ സഹായങ്ങൾ ഇപ്പോഴും അനന്തമായി നീളുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കോഴിക്കോട് NIT ആണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഡ്രോൺ സർവേ നടത്തിയത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 21 ആളുകളുടെ പേരുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ പ്രതിഷേധം അവിടെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് വിലങ്ങാട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെന്തായാലും സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനോടകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.